കൂടുതൽ കൂടിക്കാഴ്ചകൾക്ക് ദേശീയ നേതൃത്വം ഇടപെടാനുള്ള സാധ്യതയും കുറവാണ്. ഇതിനുള്ളിൽ തീരുമാനമാകണമല്ലോ. അതും അങ്ങനെയാണ്. കാരണം നാളെ ഒറ്റ ദിവസമാണ്. തിങ്കളാഴ്ച രാവിലെ 10 മണിക്കാണ് സത്യപ്രതിജ്ഞ. ആ സത്യപ്രതിജ്ഞ ചടങ്ങിന് മുമ്പ് ലോക് ഭവനിലേക്ക് ഗവർണറുടെ മുന്നിലേക്ക് കോൺഗ്രസ് മന്ത്രിമാരുടെ പട്ടിക തയ്യാറാക്കി നൽകണം. ഘടകകക്ഷികൾ അവരുടെ മന്ത്രിമാരുടെയൊക്കെ ഏതാണ്ട് ധാരണയാക്കി കഴിഞ്ഞു. കോൺഗ്രസ് ഇതുവരെ മന്ത്രിമാരുടെ പട്ടിക തയ്യാറാക്കാൻ കഴിഞ്ഞില്ല. ഒരു കരട് പട്ടിക തയ്യാറാക്കിയെങ്കിലും ആ കരട് പട്ടികയ്ക്ക് എതിർപ്പ് വന്നു. രമേശ് ചെന്നിത്തല ക്യാമ്പിന്റെ ഭാഗത്തും ഒപ്പം KC വേണുഗോപാൽ ക്യാമ്പിന്റെ ഭാഗത്തും എതിർപ്പുണ്ട്. അവരുടെ ആളുകളെ ഉൾപ്പെടുത്തണമെന്ന ആവശ്യം 2 ക്യാമ്പുകളും ഉയർത്തി കഴിഞ്ഞു. ഇതോടെ ആ പട്ടികയിൽ വലിയ മാറ്റങ്ങൾ വരുത്തേണ്ട സാഹചര്യം വന്നു. ഏതായാലും കൂടുതൽ MLA മാർ KC വേണുഗോപാലിന്റെ ഒപ്പമായതുകൊണ്ട് തന്നെ KC വേണുഗോപാൽ വിഭാഗം പറയുന്ന പല കാര്യങ്ങളും സ്വാഭാവികമായും VD സതീശൻ അംഗീകരിക്കേണ്ടി വരും. മറ്റൊന്ന്, അതിൽ സ്വാഭാവികമായ ചില നീതിയുണ്ട്. നേരത്തെ മാധു സൂചിപ്പിച്ചതുപോലെ ഇതിൽ ഏറ്റവും മുതിർന്ന MLA മാർ എന്ന നിലയിൽ സ്വാഭാവികമായും തുടർച്ചയായി വിജയിച്ച ഏറ്റവും വലിയ ജനപിന്തുണയുണ്ടെന്ന് ഉള്ളതിന്റെ തെളിവ് കൂടിയാണ് തുടർച്ചയായി MLA മാരാകുന്നത്. അങ്ങനെയുള്ള ഈ അൻവർ സാദത്തിനെയോ അല്ലെങ്കിൽ IC ബാലകൃഷ്ണയോ ഒരിക്കലും മാറ്റി നിർത്താൻ കഴിയില്ല എന്ന നിലപാടിലേക്ക് ചെന്നിത്തലയെത്തുമ്പോൾ സ്വാഭാവികമായും ഇതിന് നേതൃത്വം വഴങ്ങേണ്ടി വരുമോ എന്നത് പ്രധാനമാണ്. ഇവരെ രണ്ടുപേരെയും ഉൾപ്പെടുത്താതെ താൻ മന്ത്രിസഭയിലേക്ക് ഇല്ല എന്ന് രമേശ് ചെന്നിത്തല കടുംപിടുത്തം പിടിക്കുമ്പോൾ സ്വാഭാവികമായും VD സതീശനും കോൺഗ്രസ് ഹൈക്കമാൻഡും വഴങ്ങേണ്ടി വരും. ഇനി ഈ വിഷയത്തിൽ പരിഹാരത്തിന് വേണ്ടി ദീപാദാസ് മുൻഷി ഇടപെടുമോ, ദീപാദാസ് മുൻഷി വീണ്ടും രമേശ് ചെന്നിത്തലയുമായി കൂടിക്കാഴ്ച നടത്തുമോ എന്നതാണ് കാത്തിരുന്ന് കാണേണ്ടത്. മാധു. റോഷി പാലാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. റോഷി, തനിക്കൊപ്പം നിന്നു എന്നതിന്റെ പേരിൽ തന്റെ ഒപ്പം ഉണ്ടായിരുന്ന MLA മാരും നീറ്റ് MLA മാരും വെട്ടിനിരത്തപ്പെട്ടു എന്നൊരു വ്യസനമുണ്ടോ രമേശ് ചെന്നിത്തലയ്ക്ക്? മധു, അതാണ് രമേശ് ചെന്നിത്തലയുടെ പരാതി. തനിക്കൊപ്പം ഉറച്ചു നിന്നു. ഒറ്റ കാരണത്താലാണ് ഇതിൽ അൻവർ സാദത്ത്, IC ബാലകൃഷ്ണൻ, TJ വിനോദ്, ജ്യോതികുമാർ ചാമക്കാല ഉൾപ്പെടെയുള്ള 4 MLA മാരെ അവഗണിക്കുന്നത്. അവരെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താതെ മാറ്റി നിർത്താനുള്ള ശ്രമം നടക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇവർ എല്ലാ ഘട്ടത്തിലും തനിക്കൊപ്പം ഉറച്ചു നിന്നു എന്ന ഒറ്റ കാരണമാണെന്ന് ഇവിടെ രമേശ് ചെന്നിത്തല പരാതി ഉയർത്തുന്നുണ്ട്. അങ്ങനെ തൻ്റെ ഒപ്പം ഉറച്ചു നിന്ന MLA മാരെ അവഗണിച്ച് തനിക്ക് പരിഗണന വേണ്ട എന്ന നിലപാടിലാണ് രമേശ് ചെന്നിത്തലയുള്ളത്. അതാണ് കോൺഗ്രസ് നേതൃത്വത്തെ വെട്ടിലാക്കുന്നത്. രമേശ് ചെന്നിത്തലയെ മന്ത്രിസഭയിലേക്ക് പരിഗണിക്കണം എന്നത് കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ ഒരു താല്പര്യം കൂടിയാണ്. കാരണം ഏറ്റവും മുതിർന്ന കോൺഗ്രസ് നേതാവ്, ഏറ്റവും മുതിർന്ന ജനപ്രതിനിധി എന്ന നിലയിൽ രമേശ് ചെന്നിത്തലയുടെ ആ പരിചയ സമ്പത്ത് സർക്കാരിന് ഉപയോഗപ്പെടുത്താൻ കഴിയണം. അതുകൊണ്ട് രമേശ് ചെന്നിത്തലയെ ഏറ്റവും നല്ല ഒരു വകുപ്പ് ഏൽപ്പിച്ചുകൊണ്ട് മന്ത്രിസഭയുടെ ഭാഗമാക്കണമെന്ന നിർദ്ദേശമാണ് VD സതീശന് നൽകിയത്. അതുകൊണ്ട് തന്നെയാണ് ചർച്ചകൾ ആ നിലയ്ക്ക് പോവുകയും ഇന്നലെ ദീപാദാസ് മുൻഷി ഉച്ചയ്ക്ക് 2 മണിക്കെത്തി ഏതാണ്ട് 3 മണിവരെ സുദീർഘമായ ഒരു ചർച്ച നടത്തുകയും ചെയ്തത്. ആ ചർച്ചയ്ക്കൊടുവിലാണ് മഞ്ഞുരുക്കത്തിന്റെ സൂചന വന്നു. രമേശ് ചെന്നിത്തല മന്ത്രിസഭയുടെ ഭാഗമാകുമെന്ന് ഏതാണ്ട് ഉറപ്പാവുകയും ചെയ്തു. രമേശ് ചെന്നിത്തലയ്ക്ക് ആഭ്യന്തര വകുപ്പ് ലഭിക്കുമെന്ന സൂചനകളും കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ ഭാഗത്ത് ഉണ്ടാവുകയും ചെയ്തു. പക്ഷേ ഇന്നലെ രാത്രിയോടെ കരട് മന്ത്രിസഭാ പട്ടിക തയ്യാറാക്കിയപ്പോൾ അതിൽ അൻവർ സാദത്ത്, IC ബാലകൃഷ്ണൻ അടക്കം രമേശ് ചെന്നിത്തല നിർദ്ദേശിച്ച ആരുടെയും പേര് ഇല്ല എന്നതാണ് ഇങ്ങനെ ഒരു പ്രതിസന്ധിക്ക് വഴിയൊരുക്കിയത്. അങ്ങനെ ഒരു വിവരം രമേശ് ചെന്നിത്തലയെ ലഭിച്ചപ്പോൾ തന്നെ അദ്ദേഹം അതൃപ്തി പ്രകടിപ്പിച്ചു. ഇന്ന് നടന്ന UDF-ന്റെ ഉഭയകക്ഷി ചർച്ചയിൽ നിന്നും വിട്ടുനിന്നു. മാത്രവുമല്ല, താൻ മന്ത്രിസഭയിലേക്കില്ല എന്ന സന്ദേശം അത് കോൺഗ്രസ് നേതൃത്വത്തെ അറിയിക്കുകയും ചെയ്തു. അതോടുകൂടി അത് അപകടമാണെന്ന് VD സതീശനും കോൺഗ്രസ് രണ്ടുപേരിൽ ഒരാളെ പരിഗണിക്കുകയാണെങ്കിൽ രമേശ് ചെന്നിത്തല ഒരു സമവായത്തിന് തയ്യാറാകുമോ? മാധു, അങ്ങനെ ഒരു സമവായ നീക്കം ഒരുപക്ഷെ അവസാന ഘട്ടത്തിൽ നടക്കാൻ സാധ്യതയുണ്ട്. ഇതിപ്പോൾ അൻവർ സാദത്ത് അല്ലെങ്കിൽ IC ബാലകൃഷ്ണൻ ഇതിൽ ഒരാളെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തി പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ശ്രമമായിരിക്കും VD സതീശന്റെ ഭാഗത്തും കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഭാഗത്തും ഉണ്ടാവുക. കാരണം എല്ലാവരെയും പരിഹരിക്കാനുള്ള സാധ്യതയില്ല. അങ്ങനെയെങ്കിൽ അൻവർ സാദത്തിനെ ആണെങ്കിൽ അൻവർ സാദത്തിനെ പരിഗണിച്ച് അതിനുശേഷം രമേശ് ചെന്നിത്തലയെ കൂടി മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തി മുന്നോട്ട് പോകാനുള്ള ശ്രമം നടക്കും. ഒരുപക്ഷെ അതിൽ KC വേണുഗോപാൽ ഇടപെടാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. കാരണം ഇത് ഒരു സുദീർഘമായ പ്രശ്നമായി മാറുകയാണ്. സുദീർഘമായ ചർച്ചകൾ ഇത് പരിഹരിക്കപ്പെടുന്നില്ല, സങ്കീർണമാവുകയാണ് മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾ. എത്രയും പെട്ടെന്ന് മന്ത്രിസഭ രൂപീകരിക്കണം, അതിന് ഹൈക്കമാൻഡ് അനുമതി വാങ്ങിക്കണം, അങ്ങനെയുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഇനിയും സമയം വൈകിച്ചുകൂടാ. അതുകൊണ്ട് ഒരുപക്ഷെ VD സതീശൻ നിയുക്ത മുഖ്യമന്ത്രി KC വേണുഗോപാലിന്റെ സഹായം കൂടി ഈ പ്രശ്നപരിഹാരത്തിന് അഭ്യർത്ഥിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ KC വേണുഗോപാൽ ഒരുപക്ഷെ രമേശ് ചെന്നിത്തലയുമായി ആശയവിനിമയം നടത്താൻ സാധ്യതയുണ്ട്. നേരിട്ട് കൈമാറിയിട്ടിരിക്കുന്ന ആളാണ് KC വേണുഗോപാൽ. നേരത്തെ ഞാൻ റോഷിപാലിലേക്ക് എത്തുന്നതിന് മുൻപ് പറയുകയായിരുന്നു, 12 മന്ത്രിസ്ഥാനമാണ് കോൺഗ്രസ് കൈയാളുന്നത് എങ്കിൽ മുഖ്യമന്ത്രി അടക്കം 11 പേരുടെയും പട്ടിക RC അതിനോടൊപ്പം KC വിഭാഗങ്ങൾ നൽകി കഴിഞ്ഞിരിക്കുന്നു. അപ്പോ KC വേണുഗോപാലും രമേശ് ചെന്നിത്തലയും കൂടി ഇടപെട്ടിട്ട് ഇനി ഇതിലെന്ത് തീരുമാനമുണ്ടാക്കാനാണ്?
സമാധിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം 63 MLA കോൺഗ്രസിലുണ്ട്. അതിൽ മുഖ്യമന്ത്രി വി ഡി സതീശനെ മാറ്റി നിർത്തിയാൽ 62 പേരാണ്. അതിൽ ഏതാണ്ട് ബഹുഭൂരിപക്ഷം MLA-മാരും KC വേണുഗോപാലിനെ പിന്തുണയ്ക്കുന്നവരാണ്. അത് നമ്മൾ ഇന്നലെ തന്നെ കണ്ടതാണ്. ഇന്നലെ രാത്രി വൈകുവോളം എല്ലാ MLA-മാരും KC വേണുഗോപാലിനെ പിന്തുണയ്ക്കുന്ന MLA-മാർ എല്ലാവരും അവിടെ കേശവദാസപുരത്തെ KC വേണുഗോപാലിന്റെ വസതിയിലേക്ക് എത്തിച്ചേർന്ന് കൂടിയാലോചനയൊക്കെ നടത്തിയതാണ്. അപ്പോൾ ആ KC വേണുഗോപാലിന്റെ ഒപ്പം നിൽക്കുന്ന MLA-മാരെ പരിഗണിക്കേണ്ടത് KC വേണുഗോപാൽ പക്ഷത്തിന്റെ ഒരു താല്പര്യം കൂടിയാണ്. അതുകൊണ്ടാണ് കൂടുതൽ മന്ത്രിമാരെ ഉൾപ്പെടുത്തണമെന്ന നിലപാടിലേക്ക് KC വേണുഗോപാൽ എത്തുന്നത്. മാത്രമല്ല സുപ്രധാനമായ വകുപ്പുകളും അവർ ആവശ്യപ്പെടുന്നുണ്ട്. മറുഭാഗത്ത് രമേശ് ചെന്നിത്തലയാകട്ടെ തൻ്റെ കൂടെ ഉറച്ചു നിന്ന പാറ പോലെ ഉറച്ചു നിന്നവരാണ് അൻവർ സാദത്ത്, IC ബാലകൃഷ്ണൻ, ഒപ്പം ജ്യോതികുമാർ ചാമക്കാല, അബിൻ വർക്കി ഉൾപ്പെടെയുള്ളവർ. അങ്ങനെ ജ്യോതികുമാർ ചാമക്കാല അടക്കമുള്ള ഈ നേതാക്കൾ MLA-മാരെയൊക്കെ അവഗണിച്ച് മുന്നോട്ട് പോകുന്നത് രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ചിടത്തോളം ഒരു ഘട്ടത്തിലും അംഗീകരിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് രമേശ് ചെന്നിത്തല ഇങ്ങനെയൊരു നിലപാട് സ്വീകരിക്കുന്നത്. തനിക്ക് ഈ മന്ത്രിസഭയിൽ ഭാഗമാകാൻ ഒട്ടും താല്പര്യമില്ല. ഇനി താൻ ഭാഗമാകണമെന്ന് കോൺഗ്രസ് ഹൈക്കമാൻഡ് നിർബന്ധമുണ്ടെങ്കിൽ തൻ്റെ ഒപ്പമുള്ള ഈ MLA-മാരെയൊക്കെ പരിഗണിക്കണം. അതിൽ 2 പേരുടെ പേരാണ് ശക്തമായി രമേശ് ചെന്നിത്തല ഉയർത്തുന്നത്. അതിലൊന്ന് അൻവർ സാദത്തും രണ്ടാമത്തേത് IC ബാലകൃഷ്ണനുമാണ്. ഇതിൽ ഒരുപക്ഷെ ഏതെങ്കിലും ഒരാളെ പരിഗണിച്ചാൽ ഇനി രമേശ് ചെന്നിത്തല വിഭാഗം വഴങ്ങുമോ എന്നത് കാത്തിരുന്ന് കാണണം. കാരണം പുതുമുഖങ്ങൾക്കും യുവാക്കൾക്കും വനിതകൾക്കുമൊക്കെ വലിയ പ്രാതിനിധ്യം മന്ത്രിസഭയിൽ നൽകണമെന്ന കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ താല്പര്യം കൂടിയുണ്ട്. അവിടെ പരിചയസമ്പന്നരെ മാറ്റി നിർത്താനുള്ള അങ്ങനെയുള്ള ഒരു താല്പര്യം വെച്ചുകൊണ്ട് പരിചയസമ്പന്നരായ ആളുകളെ മാറ്റി നിർത്താനുള്ള ശ്രമം നടക്കുന്നു എന്ന ഒരു സൂചന രമേശ് ചെന്നിത്തല ലഭിക്കുകയും ചെയ്തു. അത് ബോധപൂർവം തൻ്റെ ഒപ്പമുള്ള ആളുകളെ വെട്ടിമാറ്റാൻ വേണ്ടിയുള്ള ശ്രമമാണ്. ഇത് കടും വെട്ടാണ് എന്ന വിലയിരുത്തലാണ് രമേശ് ചെന്നിത്തലയെ അനുകൂലിക്കുന്നവരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ പെട്ടെന്ന് അസംതൃപ്തിയിലേക്ക് രമേശ് ചെന്നിത്തല ക്യാമ്പ് മാറിയത്. അതൃപ്തനായ രമേശ് ചെന്നിത്തല അനുനയിപ്പിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ ഈ വീട്ടിലേക്ക് എത്തി. ഏതാണ്ട് 10 മിനിറ്റോളം അവർ അടച്ചിട്ട മുറിയിൽ ചർച്ച നടത്തി. ആ ചർച്ചയിൽ മുന്നോട്ട് വെച്ചു രമേശ് ചെന്നിത്തലയാണ് സംസാരിച്ചത്. പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ രമേശ് ചെന്നിത്തല മുന്നോട്ട് വെച്ചു. അതിനി കോൺഗ്രസ് നേതൃത്വം അംഗീകരിക്കുമോ എന്ന് കാത്തിരുന്ന് കാണാം. ഇപ്പോൾ KC വേണുഗോപാലും വി ഡി സതീശനുമായുള്ള കൂടിക്കാഴ്ചയിൽ ഇതൊരു ചർച്ചാ വിഷയമാകും. അതിനുശേഷം പിന്നീട് സണ്ണി ജോസഫുമായി വി ഡി സതീശൻ വീണ്ടും കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. ദീപാദാസ് മുൻഷിയുമായുള്ള കൂടിക്കാഴ്ചയുണ്ട്. ആ കൂടിയാലോചനകളിൽ അന്തിമ തീരുമാനം ഉണ്ടാവുകയും TV പ്രസാദ് കൂടി നമ്മളോടൊപ്പം ചേരുകയാണ്. പ്രസാദ്, ഒരൊറ്റ ദിവസം ബാക്കിയുള്ളപ്പോൾ ഈ മന്ത്രിസഭാംഗങ്ങളുടെ കാര്യത്തിലുള്ള തർക്കവും ആശയവിനിമയങ്ങളും എന്തെങ്കിലും തരത്തിലുള്ള സമവായത്തിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ടോ, അതോ കീറാമുട്ടിയാകുമോ? ഉറപ്പായും കീറാമുട്ടി തന്നെയാണ്. പക്ഷേ അതൊരു പ്രശ്നപരിഹാരത്തിലേക്ക് പോകാതിരിക്കാൻ കഴിയില്ല മധു. കാരണം നാളെ ഉച്ചയോടുകൂടിയെങ്കിലും ഗവർണർക്ക് പട്ടിക കൊടുക്കണം എന്നുള്ളതാണ് ഇവർ തത്വത്തിൽ ആലോചിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് രാത്രിയോടുകൂടി തന്നെ ഒരു പട്ടിക തയ്യാറാക്കിയത് ഹൈക്കമാൻഡിനെ അറിയിക്കേണ്ടതുണ്ട്. കോൺഗ്രസിൻ്റെ കാര്യത്തിൽ, ഘടകകക്ഷികളുടെ കാര്യത്തിൽ ഇന്ന് തന്നെ ഏതാണ്ട് എത്ര സീറ്റുകൾ എന്ന കാര്യത്തിലൊക്കെ ഏതാണ്ടൊരു തീരുമാനം ഉണ്ടാകും എന്ന് പറയുന്നു. അങ്ങനെ തീരുമാനം ഉണ്ടായിക്കഴിഞ്ഞാൽ ഘടകകക്ഷികൾ റെഡിയാണ് ആരാണ് അവരുടെ മന്ത്രി എന്നത് സംബന്ധിച്ച്. എന്തായാലും ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഇവിടെ ഞാനിപ്പോൾ നിൽക്കുന്ന കന്റോൺമെന്റ് ഹൗസിൽ KCയുടെ കൂടിക്കാഴ്ച കൂടി കഴിഞ്ഞതിന് ശേഷം വി ഡി സതീശൻ മടങ്ങിയെത്തി. ഉച്ചയ്ക്ക് ശേഷം ചർച്ചകൾ പുനരാരംഭിക്കുമെന്നാണ് ഘടകകക്ഷി നേതാക്കളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ലീഗിന് 5 മന്ത്രിമാർ തന്നെ കൊടുക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരൊറ്റ MLA-മാരുള്ള ചെറിയ പാർട്ടികൾക്ക് അവർക്ക് 2.5 വർഷം വീതം നൽകേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമോ എന്നുള്ളതും ഏറെ പ്രധാനപ്പെട്ട കാര്യമാണ്. കഴിഞ്ഞ 10 വർഷക്കാലം പ്രതിപക്ഷത്തിരുന്നിട്ടും പാറ പോലെ UDF-നൊപ്പം ഉറച്ചു നിന്ന ചെറു കക്ഷികളുണ്ട്. ആ കക്ഷികളെ പരിഗണിക്കാതിരിക്കാൻ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കഴിയില്ല എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വലിയ പ്രശ്നങ്ങളില്ലാതെ, വലിയ ബഹളങ്ങളില്ലാതെ, മുമ്പ് കാലങ്ങളിൽ നമ്മൾ കേട്ടതുപോലെയുള്ള പ്രശ്നങ്ങളിലേക്കൊന്നും പോകാതെ എങ്ങനെ ഓരോ ഘടകകക്ഷികളെയും കൈകാര്യം ചെയ്യാൻ കഴിയും എന്നുള്ള ആലോചനയാണ് ഇവിടെ UDF നേതൃത്വം നടത്തുന്നത്. അതോടൊപ്പം തന്നെ കോൺഗ്രസിൻ്റെ മന്ത്രിമാർ ആരൊക്കെയാണ് എന്നത് സംബന്ധിച്ചുള്ള തർക്കങ്ങൾ അത് സ്വാഭാവികമായും ഉണ്ടാകും. പ്രത്യക്ഷമായ തർക്കമായി വന്നില്ലെങ്കിൽ പോലും അത് KC വേണുഗോപാലായാലും രമേശ് ചെന്നിത്തലയായാലും അവരുടെ അടുപ്പക്കാരെ പ്രധാനമായും മന്ത്രിസഭയിലേക്ക് പ്രധാന വകുപ്പോടെ കൊണ്ടുവരാൻ